കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. 11:30 മരണം സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. മരണം കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങളുണ്ട്, പറയൂ. പൂജ, ഒരു ഘട്ടത്തിലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല. ഈ ആന്റിബോഡി ഉൾപ്പെടെ എത്തിച്ച് ായിരുന്നു ഈ മരണം എന്തായാലും സംഭവിക്കുന്നത്. ശ്വാസകോശത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമായിരുന്നു ഏകയുള്ള ആശ്വാസം. പക്ഷേ ചെള്ളുപനി സ്ഥിരീകരിച്ചിരുന്നു, മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു. അങ്ങനെ സങ്കീർണമായ ആരോഗ്യസ്ഥിതിയായിരുന്നു ഈ 14-കാരൻ്റേത്. തുടക്കം മുതൽ തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 10:50 ഹൃദയാഘാതം ഉണ്ടായി. 11:30 മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്തായാലും ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുന്നതുൾപ്പെടെ പൂർണ്ണമായും നിപ്പ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് ആരോഗ്യമന്ത്രി എന്തായാലും അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ 2 പേരാണ് ഈ സമ്പർക്കത്തിലുള്ളവർക്ക് ലക്ഷണമുള്ളത്. ഈ കുട്ടിയുടെ സുഹൃത്ത് ഈ ബസ്സിൽ ഒരുമിച്ച് സഞ്ചരിച്ചവരാണ്. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്, ചികിത്സയിലുള്ളത്. ഇവരുടേത് നിപ്പയാണെന്ന് സംശയിക്കുന്നില്ല. എങ്കിൽ പോലും വൈറൽ പനിയാണ്. എങ്കിൽ പോലും ആ ഒരു സ്ഥിരീകരണത്തിനായി വേണ്ടിയാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇവരുടെ 2 പേരുടെയും പരിശോധനാ ഫലം ഉച്ചയോടുകൂടി വരും. ഇതുൾപ്പെടെ 4 പരിശോധനാ സാമ്പിളുകളാണ്, സ്രവ സാമ്പിളുകളാണ് അയച്ചിരിക്കുന്നത്. ഇത് ഈ 2 പേരുൾപ്പെടെ 4 പേരുടെ ഫലങ്ങളാണ് ഇപ്പോൾ എന്തായാലും അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും പ്രതീക്ഷയ്ക്ക് ഒന്നും ഈ ആശങ്ക ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ മറികടക്കുക തന്നെ വേണം. കൂട്ടായ പരിശ്രമം തന്നെ വേണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ പാണ്ടിക്കാടും ആനക്കയത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. കൂടുതൽ മലപ്പുറത്താകെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ മാസ്ക് ധരിക്കണം, അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ തന്നെ ഒരുമിച്ച് ഇതിനെ അതിജീവിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ കുറ്റ്യാടിയിലാണ് ഏറ്റവും ഒടുവിലായി ഈ നിപ്പ സ്ഥിരീകരിച്ചിരുന്നത്. അപ്പോഴും കൂടുതൽ പേരിലേക്ക്, സെക്കൻഡറി കേസുകളിലേക്കൊന്നും എത്താതെ പോകാൻ കാര്യക്ഷമമായ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് സാധിച്ചു. ഈ 14 രോഗബാധ സംശയിച്ചത് മുതൽ തന്നെ അത്തരത്തിലുള്ള ഊർജ്ജമായ ഇടപെടൽ ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നമുക്ക് വേണമെന്നുള്ളതാണ്. മികച്ച രീതിയിൽ ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ മണിക്കൂറിലും പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെ നമുക്ക് കൂട്ടായി മുന്നോട്ട് പോകണം. ഈ ആശങ്ക ഉണ്ട്, ആശങ്കയെ അതിജീവിക്കണം എന്നുള്ളതാണ്. അതിന് കർശനമായ ജാഗ്രത വേണം. പൂജ, തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ജാഗ്രത എപ്പോഴും നമ്മൾ തുടരണം. 2018 ആദ്യമായിട്ട് കോഴിക്കോട് നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത്. ആ മരണവും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2018 കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. അതിനുശേഷം എപ്പോഴും, അന്നായാലും ഇപ്പോഴായാലും വലിയ രീതിയിൽ വലിയൊരു വ്യാപനം ഉണ്ടാകാതെ ആ നിപ്പയെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ എത്തിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അതൊക്കെ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നമുക്ക് കോഴിക്കോട്ടെ വിവരത്തിലേക്ക് കൂടി വരാം. അരുൺ അമൃതനാഥ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർ 3 പേരും നിരീക്ഷണത്തിലാണ്. കുട്ടിയുടെ സുഹൃത്തിന് പനിയുണ്ട്. ആ രീതിയിലുള്ള വിവരങ്ങളുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എത്ര പേരുടെ സാമ്പിളായിരിക്കും അതിന്റെ ഫലമായിരിക്കും വരിക? അത് നെഗറ്റീവ് ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം എത്ര പേർ നിരീക്ഷണത്തിലുണ്ട്? സമ്പർക്ക പട്ടികയിൽ എത്ര പേരാണ്? ഈ പ്രദേശങ്ങളിലൊക്കെ മരണം കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്തെല്ലാം കൂടുതൽ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, പറയൂ. പൂജ, അതായത് നിലവിൽ 2 പേരുടെ സാമ്പിളുകളാണ് അയച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ സുഹൃത്തുക്കളാണ്, ബസ്സിൽ നേരിട്ട് സമ്പർക്കം വന്നവരാണ്. ഇവർക്ക് രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. അതായത് വൈറൽ പനി ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ 2 പേരുടെയും പരിശോധനയ്ക്കായി സ്രവ സാമ്പിളുകൾ അയച്ചിരുന്നു. അതാണ് ഇന്ന് ഉച്ചയോടുകൂടി വരുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 സാമ്പിളുകൾ, ഇതുൾപ്പെടെ 4 സാമ്പിളുകളാണ് അയച്ചിട്ടുള്ളത്. 3 പേർ ഇന്നലെ തന്നെ, കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മാവനും 3 പേരും നിരീക്ഷണത്തിലുണ്ടായിരുന്നു. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 246 പേരാണ് ആകെ നിരീക്ഷണത്തിലുള്ളത്. 63 പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. ഹൈറിസ്ക് പട്ടിക പ്രാഥമിക സമ്പർക്ക പട്ടികയാണ്. ഇതിൽ ഉൾപ്പെടുന്ന എല്ലാവരുടെയും സ്രവ സാമ്പിളുകൾ പരിശോധിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ പൂജ ചോദിച്ച ചോദ്യം നമ്മൾ ആരോഗ്യമന്ത്രിയോടും ചോദിച്ചിരുന്നു. ഏതെങ്കിലും കൂടുതൽ നിയന്ത്രണം വരേണ്ട സാഹചര്യമുണ്ടോ ഈ പ്രദേശങ്ങളിൽ എന്നുള്ളതാണ്. അതെല്ലാം യോഗം ചേരുന്നുണ്ട്. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം സ്ഥിതിഗതി വിലയിരുത്തി ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ നിലവിൽ വാർഡ് അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 പഞ്ചായത്തുകളിലായി, ആനക്കയം,
പഞ്ചായത്തുകളായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടരുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ആരോഗ്യനിലയെ സംബന്ധിച്ച് കൂടുതൽ പേര് ആർക്കെങ്കിലും ഇത്തരത്തിൽ രോഗലക്ഷണം ഈ 63 പേർക്ക് കാണിക്കുകയാണ് ഉടനെ വിവരം അറിയിക്കുക, ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ആരോഗ്യപരമായുള്ള കാര്യങ്ങൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്തായാലും അത്തരത്തിൽ അതീവ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം.